തുടരുക. ഇപ്പോൾ കെ പി ശശികല ടീച്ചർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ടീച്ചർ, ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു എന്ന അതീവ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഈ വാർത്താ മണിക്കൂർ കടന്നു പോകുന്നത്. എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? സ്വാമിയെ ശരണമയ്യപ്പ ആത്മാർത്ഥമായിട്ട് വിളിക്കാനാണ് തോന്നുന്നത്. ഇത്തിരി വൈകിപ്പോയാലും സംഭവിക്കേണ്ടത് സംഭവിച്ചു എന്നതിന്റെ ആനന്ദം ചെറുതല്ല. കാരണം 2018-19 കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ അയ്യപ്പ ഭക്തരെ കരയിച്ചത് ഇതിനു വേണ്ടിയായിരുന്നു എന്ന തിരിച്ചറിവ് കൂടി വന്നപ്പോൾ ഇവരെയൊക്കെ ഉള്ളിലാക്കണം അല്ലെങ്കിൽ ഉള്ളിലാകണം എന്നുള്ളത് ഓരോ ഭക്തന്റെയും ഉള്ളിലെ വികാരമായിരുന്നു. ഇവരത് കാത്തിരിക്കുകയായിരുന്നു. എപ്പോഴാണ് എന്നുള്ളത് കാത്തിരിക്കുകയാണ്. ഈ വഴിയെ തന്നെ അന്നത്തെ മെമ്പറായിരുന്നു ഇതൊക്കെ ചുക്കാൻ പിടിച്ചിട്ടുള്ള വ്യക്തി അന്നത്തെ മെമ്പർമാരും കൂടെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. കേരള പോലീസ് ഇത് അട്ടിമറിക്കാൻ വളരെ ശ്രമിച്ചു എന്നുള്ളത് കാര്യം എനിക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ട് ഇവരിലേക്കൊക്കെ അന്വേഷണം പോകണമെന്നും ഇവര് പ്രതികളാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റിനോട് പോലും ഇവർ എങ്ങനെയാണ് പെരുമാറിയത് എന്ന് എനിക്കൊക്കെ വ്യക്തിപരമായ അനുഭവമാണ്. അത് ജനജീവിയൊക്കെ അത് വാർത്തയാക്കിയതാണ്. അപ്പോ എങ്ങനെയായാലും സത്യം ഒരു നാൾ പുറത്തു വരും. അത് അയ്യപ്പൻ ധർമ്മശാസ്താവാണ്. ധർമ്മം പുലരാതെ പോവില്ല. അപ്പോ തീർച്ചയായും അന്ന് അയ്യപ്പ ഭക്തർ ഒഴുക്കിയ കണ്ണീരോ വിളിച്ച ശരണമോ ഒന്നും പാഴായി പോയിട്ടില്ല എന്നതിന്റെ സൂചനയാണ്. കുറച്ചുകൂടി ഗതിവേഗമാകായിരുന്നു എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. സത്യം പുറത്തു വരുന്നത്. വളരെയധികം നന്ദി ടീച്ചർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചു.